മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ടെനി ജോപ്പനെ സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. ടെനിക്കെതിരായ കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പായെന്ന പരാതിക്കാരന്റെ നിലപാട് കൂടി കണക്കിലെടുത്താണ് നടപടി. സോളാർ പീഡന കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ KB ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ കോൺഗ്രസ് നേതാക്കൾ കോടതിയിൽ ഹാജരായി മൊഴിയും നൽകി. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്ന് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ ഒന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ PA ടെനി ജോപ്പൻ ഉൾപ്പെട്ട കേസ്. സരിത നായർ, ബിജു രാധാകൃഷ്ണൻ, ടെനി ജോപ്പൻ എന്നിവരായിരുന്നു ഈ കേസിലെ പ്രതികൾ. തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ടെനി ജോപ്പൻ ഹൈക്കോടതിയിലെത്തിയത്. ഈ കേസിലാണ് ടെനി ജോപ്പനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ പരാതിയിന്മേൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. അതിൽ പരാതിക്കാരനായിട്ടുള്ള മലയാളി ശ്രീധരൻ നായർ വ്യക്തമാക്കിയത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ജോപ്പനെതിരെ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന കാര്യമാണ്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ നടപടി. എന്നാൽ ഈ കേസിന്റെ മെറിറ്റിന്മേൽ വിശദമായിട്ടുള്ള വാദം കേൾക്കണമെന്ന ആവശ്യം ജോപ്പൻ മുന്നോട്ട് വച്ചിരുന്നു. മാത്രമല്ല തന്നെ കുടുക്കിയതാണെന്ന കാര്യമടക്കം ജോപ്പൻ മുന്നോട്ട് നിരത്തുകയും ചെയ്തിരുന്നു. നേരത്തെ ഈ മലയാളി ശ്രീധരൻ നായരുടെ പരാതി എന്തായിരുന്നു എന്ന് വെച്ചാൽ സരിതയ്ക്ക് പണം നൽകാൻ ജോപ്പൻ സമ്മർദ്ദം ചെലുത്തി എന്ന കാര്യം പറഞ്ഞിരുന്നു. ഒപ്പം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സരിതയും ജോപ്പനും ചേർന്ന് ഡീൽ ഉറപ്പിച്ചു എന്ന കാര്യം ആ പരാതിയിൽ ഉണ്ടായിരുന്നു. ഒപ്പം സോളാർ പാനൽ സ്ഥാപിക്കാൻ വേണ്ടി സരിതയും ജോപ്പനും ചേർന്ന് പണം തട്ടി എന്ന കാര്യമടക്കമാണ് മലയാളി ശ്രീധരനായ പരാതിയിൽ ഉന്നയിച്ചത്. എന്തായാലും ഇപ്പോൾ കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാമെന്ന ഹൈക്കോടതി തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നാണ് ജോപ്പൻ പറയുന്നത്. കഴിഞ്ഞ 13 വർഷക്കാലമായി ഞാനും എൻ്റെ കുടുംബം അനുഭവിച്ച വേദനയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ഉണ്ടായിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. തീർച്ചയായും കാര്യം അദ്ദേഹം ബഹറിൽ പോയതിൻ്റെ സമയത്താണല്ലോ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, ചെല്ലാൻ പറയുന്നു, ഞാൻ ചെല്ലുന്നു. ADP ഹേമേന്ദ്രൻ എൻ്റെ ചെവിക്കടുത്ത് അടിക്കുന്നു. ഞാൻ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം ഒന്നും പറയാൻ ഇറങ്ങിയൊരു പോക്കും പോയി. എന്നിട്ടാണ് പത്രക്കാർ പറയുന്നത് ജോപ്പനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അതിനിടെ സോളാർ പീഡനക്കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ KB ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയത് സംബന്ധിച്ചുള്ള കേസിൽ കോൺഗ്രസ് നേതാക്കൾ കോടതിയിൽ ഹാജരായി ഇന്ന് മൊഴി നൽകി. കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിലാണ് ബെന്നി ബെഹനാൻ MP, അതോടൊപ്പം തന്നെ മുൻ മന്ത്രി KC ജോസഫ് എന്നിവർ ഹാജരായത്. എത്ര കാലം മുമ്പോട്ട് പോയാലും സത്യം വിജയിക്കും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ പറ്റൂ. ഉമ്മൻചാണ്ടിക്കെതിരായി ഉണ്ടായ വളരെ അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ, അത് സരിതയുടെ കത്തിൽ 21 പേജായ ആദ്യത്തെ കത്തിൽ 4 പേജ് കൂട്ടിച്ചേർത്താണ് ആ പരാമർശം എഴുതി ചേർത്തത്. മന്ത്രിസഭയിൽ നിന്നും പുറത്തുപോയ ശ്രീ ഗണേഷ് കുമാർ തൻ്റെ പ്രതികാര ബുദ്ധിയോടുകൂടി നടത്തിയ ഒരു നീക്കമായിരുന്നു ആ കത്തിൻ്റെ പിന്നിൽ എന്നുള്ളത് പകൽ പോലെ യാഥാർത്ഥ്യമാണ്. മുൻപ് ഈ സോളാർ വിവാദം കത്തി നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു ജോപ്പന്റെ അറസ്റ്റ്. അത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി കേരളത്തിൽ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ആഭ്യന്തരമന്ത്രി. ഈ വിവാദം വലിയ തോതിൽ കോൺഗ്രസിനെയും സർക്കാരിനെയും അന്ന് പിടിച്ചുലക്കുകയും ചെയ്തിരുന്നു. യസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.